അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസഹബി അജ്മഈൻ. സ്നേഹമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഇന്ന് ഞാനൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സംസാരിക്കുന്നത്. അത് ശ്രദ്ധിച്ച് കേൾക്കണം. അവസാനം വരെ കേൾക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അൽഹംദുലില്ലാഹ് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഗുണം ചെയ്തേക്കാം ഇൻഷാ അല്ലാഹ്. നമ്മൾ ഈ ഹൈ ജമ്പ് എന്ന് പറയുന്ന സംഗതി സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഹൈ ജമ്പ്, അതായത് നമ്മൾ ഒരു ഹേർഡിൽ വെച്ചിട്ട്, ഒരു ഒബ്സ്റ്റക്കിൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ചാടുക. ഓക്കെ, ഇത് ചാടിയാലേ നമുക്ക് വിജയം കിട്ടുള്ളൂ. അതാണ് ഹൈ ജമ്പിൻ്റെ രീതി അല്ലേ? അപ്പോൾ ഈ ഹൈ ജമ്പ് എന്ന് പറയുന്ന സാധനം, ഈ ഒബ്സ്റ്റക്കിൾ കോഴ്സ്, ഓക്കെ, ഒബ്സ്റ്റക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ദീനിലും ഈ ദൈവത്തെ അന്വേഷിക്കുന്ന ആൾക്കാർ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു കാര്യം എനിക്ക് ആദ്യം പറയാനുള്ളത്, വളരെയധികം ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ. അതായത് ഞാൻ അറ്റാക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഭാഷ, എൻ്റെ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ ഞാൻ അറ്റാക്കിങ് ലാംഗ്വേജ് ഒന്നും ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ തിയോളജി, അതായത് നമ്മൾ തിയോളജി സംസാരിക്കുമ്പോൾ എവിടെയെങ്കിലും പിശകുണ്ടെങ്കിൽ നമ്മൾ ആ തിയോളജി കാണിക്കും. അത് ചില ആൾക്കാർക്ക് ഗുണം ചെയ്യും, ചില ആൾക്കാർക്ക് അത് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അത് അണ്ടർസ്റ്റുഡാണ്. അതുകൊണ്ട് ഇത് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ ഇതുപോലെയുള്ള പ്രോഗ്രാം ചെയ്യുന്നത് സത്യം അന്വേഷിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ്. അവർക്കിത് ഗുണം ചെയ്യും. ഓക്കെ, അത് ഖുറാനിലും പറയുന്നുണ്ട്. പടച്ചവൻ നിങ്ങൾ റിമൈൻഡ് ചെയ്യുക, ഓക്കെ, ഉണർത്തുക, അത് ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഇത് ഖുറാൻ പറയുന്ന കാര്യമാണ്. അപ്പോൾ അത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു കാര്യം എനിക്ക് ആദ്യം പറയാനുള്ളത്, നമ്മുടെ ഇന്നത്തെ ഈ 3 വലിയ വിഭാഗക്കാർ, അതായത് ജൂയിഷ്, ക്രിസ്ത്യൻ, മുസ്ലിം, 3 ഡിഫറെൻറ്റ്, അതായത് ഇത് 3ഉം എബ്രഹാമിക് ഫെയ്ത്ത് എന്ന് നമ്മൾ പറയുന്നു അല്ലേ? ഇതെല്ലാം ഈ 3 ഫെയ്ത്തും യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് ആദം അലൈഹി ഇസ്ലാമാണ് നമ്മുടെ എല്ലാവരുടെയും പിതാവ്. പക്ഷേ ഒരു കോമൺ പോയിന്റിലെത്തിയിട്ട് എബ്രഹാമാണ് നമ്മുടെ കോമൺ ഫാദർ. അത് കഴിഞ്ഞ് പിന്നെ ഇസ്മായിലും ഇസ്ഹാക്കുമായിട്ട് തിരിയുന്നു. അവിടെ നിന്ന് പിന്നെ ഇസ്മായിലിൻ്റെ അവിടെ നിന്ന് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നു. പിന്നെ ഇസ്ഹാക്കിൻ്റെ അവിടെ നിന്ന് ആ ബ്രാഞ്ചിൽ പോയിട്ട് പിന്നെ ഒട്ടനവധി പ്രവാചകനും വന്നിട്ടുണ്ട്. ജേക്കബ് ഉണ്ട്, ഡേവിഡ് ഉണ്ട്, സോളമൻ ഉണ്ട്, ജീസസ് വരെ വന്നിരിക്കുന്നത് ആ ചെയിനിൽ കൂടെയാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നത്, ഈ യഹൂദ മതക്കാർ അവർ യഥാർത്ഥത്തിൽ ഒരു മിശിഹായെ, ഒരു മെസ്സായ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് ഈ ജീസസ് വരുന്ന സമയത്തും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ എക്സ്പെക്റ്റേഷൻ ഇരിക്കുന്ന സമയത്താണ് ജീസസ് വരുന്നത്. പക്ഷേ ഒരു പ്രശ്നം സംഭവിച്ചു. ആ ജീസസ് വന്നപ്പോൾ ജീസസ് ഒരു അച്ഛനില്ലാതെ അല്ലെങ്കിൽ വാപ്പ ഇല്ലാതെ ഒരു സ്ത്രീക്ക്, ഒരു വെർജിനായിട്ടുള്ള സ്ത്രീ മറിയത്തിന് ജീസസ് ജനിച്ചു. ആ കുട്ടി അവിടെ ജനിച്ചു. അങ്ങനെ വന്നപ്പം അത് ആക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറായില്ല. കാരണം അവർ എക്സ്പെക്റ്റ് ചെയ്തില്ല. അവർക്കറിയാം ഒരു മസായ വരാനുണ്ടെന്നറിയാം. പക്ഷേ ഓൾ ഓഫ് എ സഡൻ ഇങ്ങനൊരു സംഭവം, അതായത് മസായ വന്നത് ഒരു വെർജിനായിട്ടുള്ള ഒരു പെൺകുട്ടി, ആ കല്യാണം കഴിക്കാത്ത പെൺകുട്ടിക്ക് ഒരു കുട്ടി ഉണ്ടായെന്ന് പറയുമ്പോഴത്തേക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറായില്ല. ഓക്കെ, മാത്രമല്ല ജീസസ് ക്രൈസ്റ്റ് പിന്നെ ഓൾറെഡി അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. സംശയത്തിൻ്റെ നിഴലിലൂടെയാണ് അവർ നോക്കിയത്. ജീസസ് ക്രൈസ്റ്റും അവരുടെ അടുത്ത് വന്നപ്പം, പ്രായമായി ജീസസ് ക്രൈസ്റ്റ് അവരുടെ അടുത്ത് വന്നപ്പോൾ ബൈബിൾ തന്നെ പറയുന്നു, ജീസസ് ക്രൈസ്റ്റ് അവരെ വളരെയധികം ചോദ്യം ചെയ്തു. അതായത് നിങ്ങൾ ഈ കള്ളന്മാരാണ്, പിന്നെ ഈ ടെമ്പിളിനകത്ത് കച്ചവടം നടക്കുന്ന, ജീസസ് ക്രൈസ്റ്റ് അവിടെ പോയിട്ട് ടേബിളൊക്കെ എടുത്ത് പിന്നെ എറിഞ്ഞ്, അപ്പോൾ ഇങ്ങനെ ഈ നിങ്ങൾ സർപ്പങ്ങളാണ്, നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞു. കാര്യം അതെല്ലാം ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞത് ശരിയാണ്, അവർ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം സംഭവിച്ചപ്പം അവർക്ക് ഒന്നുകൂടെ വൈരാഗ്യം കൂടി ജീസസ് ക്രൈസ്റ്റുമായിട്ട്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവസാനം എങ്ങനെയെങ്കിലും ജീസസ് ക്രൈസ്റ്റിനെ കൊടുക്കണം. ജീസസ് ക്രൈസ്റ്റിനെ കുടുക്കിയിട്ട് അവർക്ക് കൊല്ലണം.
കുരിശി കയറ്റണം. കാര്യം ഇത് കള്ള മസായ ആണ്, ഇത് ശരിയല്ല, ഇയാളെ അക്സെപ്റ്റ് ചെയ്യാൻ ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഓൾറെഡി അവർ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പം ഈ നമ്മുടെ ജീസസ് ക്രൈസ്റ്റിൻ്റെ ജനനം ഒരു മെയിൽ ഫിഗർ ഇല്ലാതെ, ഒരു പുരുഷനില്ലാതെ, വാപ്പ ഇല്ലാതെ ജനിച്ച കുട്ടി, ആ മിറക്കിള് അവർക്ക് കാണാൻ സാധിച്ചില്ല, ആ മിറക്കിള് അവർക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ആ മിറക്കിള് തന്നെ ഇവർക്ക് ഒരു തടസ്സമായി, ഒരു ഈ ഹേർഡിലായി. അതാണ് ഞാൻ പറഞ്ഞ ഈ ഹൈ ജമ്പ് പോലെ അവർ ഇത് കടക്കാൻ, ഈ ഹൈ ജമ്പ് ചെയ്ത് ഈ ഹേർഡിൽ കടക്കാൻ വളരെ ചുരുങ്ങിയ കുറച്ച് ആൾക്കാർക്കേ സാധിച്ചുള്ളൂ. ബാക്കി എല്ലാവരും ഇതിനെ നോക്കിയിട്ട് പറഞ്ഞില്ല, ഇയാൾ ജാരസന്തതിയാണ്, അങ്ങനെയാണ് പറഞ്ഞത്. ഇയാൾ ജാരസന്തതിയാണ്, ഇയാളെ ഒരു കാരണവശാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവസാനം ഇവർ ജീസസ് ക്രൈസ്റ്റിനെ കുരിശി കയറ്റാൻ ഉള്ള എല്ലാ വഴിയും നോക്കി അവസാനം കയറ്റി എന്ന് അവർ പറയുന്നു. ഓക്കെ, അവർ പറയുന്നു കയറ്റി എന്ന്. എന്നിട്ട് അവർ കാണുന്നു ജീസസ് ഒരാളെ കുരിശിൽ കയറ്റി കൊല്ലുന്നത് അവർ കാണുന്നു. ഇത് ഖുർആൻ പറയുന്നു, ഒമാ ഖതലൂഹു ഒമാ സലബൂഹു വലാക്കിൻ ശുബ്ബിഹ ലഹും. അവർ കൊന്നിട്ടില്ല, കുരിശിൽ കയറ്റിയിട്ടുമില്ല, അത് അവർക്ക് അങ്ങനെ അവർക്ക് തോന്നി എന്ന് പറഞ്ഞു. അതായത് അവർ ഇപ്പോഴും കൺഫ്യൂഷനിലാണെന്ന് ഖുർആൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും അവർക്ക് ഒരു കാര്യം ഉറപ്പായി, ഖുർആൻ പറയുന്നത് നടന്നിട്ടില്ല. ഓക്കെ, അത് അവർ അങ്ങനെയാണ് അവർക്ക് മനസ്സിലായത്, അവർക്ക് തോന്നിയതാണ്. അപ്പോൾ ഖുർആൻ അവർ പറഞ്ഞു, ഞങ്ങൾ കുരിശി കയറ്റി ഇയാളെ ഞങ്ങൾ കൊന്നു. അതുകൂടെ ആയപ്പോഴത്തേക്ക് ഒന്നുകൂടെ അവർക്ക് ഉറപ്പായി ഇത് കള്ളപ്രവാചകനാണ്. കാര്യം ഒരു മിശിഹായെ, ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു വലിയൊരു പ്രവാചകൻ, ഒരു മസായ, ആ മസായയെ കൊണ്ട് കുരിശി കയറ്റുക എന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിളാണ്, നടക്കത്തില്ല. കാര്യം അത് ദൈവത്തിൻ്റെ സ്പെഷ്യൽ ദൂതനാണ്. അങ്ങനെ ഒരു ദൈവത്തിൻ്റെ ദൂതൻ എന്ന് പറഞ്ഞു വന്ന ആൾ കയറ്റണമെന്നുണ്ടെങ്കിൽ, അവിടെ അയാളെ കയറ്റിയിട്ട് കൊല്ലണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾ ശരിയായിട്ടുള്ള ആളായിരുന്നില്ല, അയാൾ കള്ളപ്രവാചകനായിരുന്നു, അയാൾ കള്ളമസായ ആയിരുന്നു. അങ്ങനെ അവിടെ കുരിശിൽ കയറ്റിയതായിട്ട് അവർക്ക് മനസ്സിലായപ്പം അവർക്കൊന്നുകൂടെ ഉറപ്പായി, ഞങ്ങൾ ചെയ്തത് ശരിയാണ്, ഇയാളെ വിശ്വസിക്കാതിരുന്നത് നന്നായി, ഇയാൾ കള്ളമസായ ആയിരുന്നു. കണ്ടില്ലേ, ഈ കള്ളമസായ നമ്മൾ കയറ്റി കൊന്ന്, ശരിക്കുള്ള മസായ ആണെങ്കിൽ നടക്കില്ലല്ലോ. അങ്ങനെ അവർ ആ ചാപ്റ്റർ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഈ കഥക് വലിച്ചടച്ച്, അതായത് ഇനി അവർക്ക് ഈ ഭാഗത്തേക്ക് തിരിച്ചു വന്നിട്ട് അല്ല അത് മസായ ആയിരുന്നു, അത് ദൈവത്തിൻ്റെ മസായ ആയിരുന്നു, നമുക്ക് തെറ്റുപറ്റിപ്പോയതാണ്, അദ്ദേഹത്തെ വിശ്വസിക്കേണ്ടതായിരുന്നു, നമുക്ക് തെറ്റുപറ്റിപ്പോയി, മാപ്പ് ചെയ്യണേ തമ്പുരാനെ എന്ന് പറയാൻ പറ്റില്ല. കാര്യം ഓൾറെഡി അവർ എല്ലാം തീരുമാനിച്ച്, ഒന്ന് ജാരസന്തതിയാണെന്ന് പറഞ്ഞ്, രണ്ട് ഈ കൊണ്ട് കുരിശി കയറ്റിയപ്പോഴത്തേക്ക് കഴിഞ്ഞു, ഇയാൾ കള്ളപ്രവാചകനാണ്, കള്ളമസായാണ്. അപ്പോൾ അവർ ഈ ജൂയിഷ് ആൾക്കാർ, മെജോറിറ്റി ആൾക്കാർ, അവർ ആ കഥക്, അവരുടെ നേർമാർഗത്തിനുള്ള കഥക്, ദൈവത്തിലേക്ക് എത്താനുള്ള കഥക്, ദൈവത്തിനെ അനുസരിക്കാനുള്ള ആ പ്രവാചകൻ വന്ന ആ കഥക് അവർ എന്നേക്കുമായിട്ട് അടച്ചുപൂട്ടി. ഇനി വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അത് സത്യം കാണുകയുള്ളൂ, ചിന്തിക്കാനും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും ആ കഥക് അടച്ചു പൂട്ടിക്കഴിഞ്ഞു. ഇനി ഇപ്പോൾ ഇതേ യഹൂദികൾ അവർ മദീനയുടെ ഔട്ട്സ്കേർട്സിൽ താമസിച്ചിരുന്നു. ഓക്കെ, വർഷങ്ങൾക്ക് ശേഷം അവർ മദീനയുടെ ഔട്ട്സ്കേർട്സിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ജൂത ഗോത്രങ്ങൾ, 3 വലിയ ഗോത്രങ്ങൾ, ബനു കൈനുക, ബനു നദീർ, ബനു ഖുറൈദ എന്ന് പറയുന്ന 3 ഗോത്രങ്ങൾ ഈ മദീനയുടെ ഔട്ട്സ്കേർട്സിൽ താമസിച്ചിരുന്നു. ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഇബ്നു ഇസ്ഹാഖ് പോലെയുള്ള ചരിത്രകാരന്മാരുടെ ഗ്രന്ഥങ്ങൾ പറയുന്നത് അവർ ഒരു പ്രവാചകനെ അവിടെ വരും എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ അത് കാരണമായിരിക്കാം അവരവിടെ വന്ന് താമസിച്ചതും. ഒരു പ്രവാചകൻ വരാനുണ്ട് എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അത് പറയാൻ കാരണം ഈ ജൂത ഗോത്രക്കാർ, അവിടെ ഉണ്ടായിരുന്ന അറബ് ഗോത്രക്കാർ, അതായത് ഇസ്ലാം വരുന്നതിന് മുമ്പുള്ള കാര്യമാണ്. ഔസ് ഖസറജ് എന്ന് പറയുന്ന 2 വലിയ അറബി ഗോത്രക്കാർ അവിടെ താമസിച്ചിരുന്നു. അവരുമായിട്ട് ഈ ജൂത ഗോത്രക്കാർ എപ്പോഴും തല്ലുകൂടുമ്പോൾ ശരിക്കും അടി വാങ്ങിക്കുകയും ചെയ്യുമായിരുന്നു. അതായത് ജൂത ഗോത്രക്കാർ അവർ അടി വാങ്ങിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ അടി വാങ്ങിക്കുമ്പം ഇവർ തിരിച്ച് പറയും, ഞങ്ങളുടെ ഒരു പ്രവാചകൻ ഇവിടെ വരാനുണ്ട്, ആ പ്രവാചകൻ വരുമ്പോൾ
അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്ന് ഞങ്ങൾ നിങ്ങളെ പാഠം പഠിപ്പിക്കും എന്ന് പറയാറുണ്ടായിരുന്നു. ഇത് ഇന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇബ്നു ഇസ്ഹാഖിൻ്റെ ഗ്രന്ഥത്തിലുണ്ട്. ഇനിയിപ്പം അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഹിജ്റ ചെയ്ത് വന്നു. ഓക്കെ, അങ്ങനെ പ്രവാചകൻ വന്നപ്പോഴത്തേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം വെച്ചാൽ പണ്ട് ജീസസ് ക്രൈസ്റ്റ് വന്നപ്പോഴത്തേക്ക് ജീസസ് ക്രൈസ്റ്റ് ജാരസന്തതിയായിരുന്നു പറഞ്ഞു. കാരണം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, വാപ്പ ഇല്ലാതെ എങ്ങനെ ഒരു കുട്ടി ഉണ്ടാകുന്നത്, അത് ഇമ്പോസിബിളാണ്, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അത് തള്ളിക്കളഞ്ഞ അവിടെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചത്? പ്രവാചകൻ വരുന്നു എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ പ്രവാചകൻ വന്നപ്പോൾ ഇത് ബനി ഇസ്മായിൽ നിന്നാണോ, അതായത് ഇസ്മായിലിൻ്റെ സന്തതിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്, നമ്മുടെ ബനി ഇസ്ഹാക്കിൻ്റെ, അതായത് ബനി ഇസ്രായേൽ ഗോത്രത്തിൽ നിന്നല്ല വന്നിരിക്കുന്നത്. ഇയാളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇത് ശരിയല്ല. നമ്മൾ വിചാരിച്ചത് വരേണ്ടത് ബനി ഇസ്ഹാക്ക്, മറ്റേ യാക്കൂബിൻ്റെ ജേക്കബിൻ്റെ പരമ്പരയെന്ന് വരേണ്ടതാണ്. ഇത് ശരിയല്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവിടെ അവരുടെ രണ്ടാമത്തെ ഡോറും അടച്ചു. രണ്ടാമത്തെ ഡോറും ശരിക്ക് കൊട്ടി അടച്ചു എന്ന് പറയില്ല, കൊട്ടി അടച്ചു. പിന്നെ അവർക്ക് വളരെ ചുരുങ്ങിയ ആൾക്കാർ, അബ്ദുള്ള ഇബിൻ സലാം എന്ന് പറയുന്ന ഒരു യഹൂദി പണ്ഡിതൻ, വലിയ പണ്ഡിതൻ, റെസ്പെക്റ്റ് ഉണ്ടായിരുന്ന പണ്ഡിതൻ, അദ്ദേഹം വന്നു. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദ്യമായിട്ട് കാണുകയാണ്. അതായത് ഖുബ മസ്ജിദിൽ വെച്ച് ആദ്യമായിട്ട് പ്രവാചകൻ മക്കയിൽ നിന്ന് വന്നു. ഖുബ മസ്ജിദിൽ ആദ്യം കുറച്ച് ദിവസം തങ്ങി, പിന്നെയാണ് മദീനയിലോട്ട് വരുന്നത്. അപ്പം ഖുബ മസ്ജിദിൽ അവിടെ തങ്ങുന്ന സമയത്ത് അബ്ദുള്ള ഇബിൻ സലാം എന്ന് പറയുന്ന ഈ ജൂത പണ്ഡിതൻ പോയി കണ്ടു, പ്രവാചകനെ കണ്ടപ്പം ആദ്യം തന്നെ ഈ അബ്ദുള്ള ഇബിൻ സലാം പറഞ്ഞത്, ഈ ഫേസ്, ഈ മുഖം ഒരു കള്ളൻ്റെ മുഖമല്ല, ഇത് പ്രവാചകനാണ് എന്ന് കണ്ടപ്പോൾ ഫസ്റ്റ് കാണലിൽ തന്നെ മനസ്സിലാക്കി. മാത്രമല്ല പ്രവാചകൻ്റെ അഡ്വൈസ് അവിടെ കേട്ടതും കാര്യങ്ങളൊക്കെ വളരെയധികം അദ്ദേഹത്തെ ആകർഷിച്ചു. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു. വളരെ ചുരുങ്ങിയ കുറച്ച് ആൾക്കാരിൽ ഒരാളാണ് അബ്ദുള്ള ഇബിൻ സലാം, ജൂതമതത്തിൽ നിന്ന് വന്ന ആൾക്കാർ. ഓക്കെ, ഇത് ആണ് ജൂതമതക്കാരുടെ അവസ്ഥ. ഒന്ന്, ജീസസ് ക്രൈസ്റ്റിനെ കൊട്ടി അടച്ച്, അത് അക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറായില്ല, ആ ഡോറ് അടഞ്ഞു. രണ്ടാമത് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പം അതും ഇതേപോലെ തന്നെ ന്യായം പറഞ്ഞ് ഒരു എക്സ്ക്യൂസ് പറഞ്ഞത് നമ്മുടെ ആൾക്കാർ ഇത് വന്നതല്ല, ഇത് വന്നത് ബനി ഇസ്മായിൽ നിന്നാണ്, നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് അതും അടച്ചു. ഓക്കെ, ഇനിയിപ്പം ക്രിസ്തു മതത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്രിസ്ത്യൻ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഓക്കെ, ഇത് നമ്മുടെ ഈ ജീസസ് ക്രൈസ്റ്റിൻ്റെ വരവും പോക്കും വളരെ ഒരു സ്ട്രെയിഞ്ച് ആണെന്ന് പറയാം. അതായത് ജീസസ് ക്രൈസ്റ്റ് വന്നു, കുറച്ച് സമയം മാത്രമേ ജനങ്ങളുടെ ഇടയിൽ താമസിച്ചുള്ളൂ. അതിനിടയിൽ ഇവർ ഈ അവിടെ ഉണ്ടായിരുന്ന ജൂയിഷ് ആൾക്കാർ കൊല്ലാനുള്ള ശ്രമം നടത്തി. അവർ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ, അതായത് തുടക്കം മുതൽ അവസാനം വരെ അവർ ട്രബിൾ ചെയ്യാൻ നോക്കി, ചോദ്യം ചോദിച്ചിട്ടും കൊടുക്കാൻ നോക്കിയിട്ടും, അതുപോലെ തന്നെ റോമൻ പട്ടാളക്കാരെ കൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു എക്സ്ക്യൂസ് കാണിച്ചിട്ട് ഇദ്ദേഹം ആൾ ശരിയല്ല എന്ന് കാണിച്ചിട്ട് റോമൻ പട്ടാളക്കാരുടെ കയ്യിൽ ഏൽപ്പിക്കുക, അവരെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കുക, ഇതിനുള്ള എല്ലാ കാര്യങ്ങളും അവർ നോക്കി. അവസാനം അവർ കൊല്ലാൻ ശ്രമിച്ചു, കൊല്ലാനായിട്ട് ആൾക്കാരെ പിടിക്കാനും വന്നു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ സംഭവം അത് കാരണം എന്ത് പറ്റി? ജീസസ് ക്രൈസ്റ്റിൻ്റെ മെസ്സേജ് ഇൻറ്ററപ്ഷൻ. നമ്മൾ ഈ ഡോക്ടർ ബാർട്ട് എർമനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഡോക്ടർ ബാർട്ട് എർമൻ്റെ ഒരു പുസ്തകമുണ്ട്, അതിൻ്റെ ടൈറ്റിൽ തന്നെ ഇൻറ്ററപ്റ്റഡ് എന്നാണ്. ജീസസ് ഇൻറ്ററപ്റ്റഡ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കുറേയധികം ബുക്സ് ഉണ്ട്, എൻ്റെ അടുത്ത് ഇവിടെ പുറകിൽ ഇരിപ്പുണ്ട്. ഞാൻ ആ ബുക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം പിന്നെ ഒരു ദിവസം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ജീസസ് ഇൻറ്ററപ്റ്റഡ്, ജീസസിൻ്റെ മെസ്സേജ് കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. അത്രമാത്രം പ്രഷറിലായിരുന്നു ജീസസ് ക്രൈസ്റ്റ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ജീസസ് ക്രൈസ്റ്റ് പിന്നെ ഇവിടുന്ന് പടച്ചവൻ ഉയർത്തി ആകാശത്തിലേക്ക് കൊണ്ടുപോയി, ജീവനോടെ കൊണ്ടുപോയി. നമ്മുടെ മുസ്ലിങ്ങളുടെ വിശ്വാസം ജീസസ് ക്രൈസ്റ്റ് അവസാന നാളിന് മുമ്പ് തിരിച്ചു വരും എന്ന് നമ്മൾ മുസ്ലിങ്ങൾ ദൃഢമായിട്ട് വിശ്വസിക്കുന്നു. അത് വേറൊരു കാര്യമാണ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഒരു ദിവസം സംസാരിക്കാം അതിനെക്കുറിച്ച്. അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് പോയ ശേഷം പിന്നെ എന്ത് സംഭവിച്ചു? ഒരു 10-50 വർഷത്തിനുള്ളിൽ തന്നെ സെയിൻറ്റ് പോളിൻ്റെ ഐഡിയോളജി
ഒരു ഭാഗത്ത് ജീസസ് ക്രൈസ്റ്റിൻ്റെ തന്നെ അനുയായികൾ, പത്രോസ് എന്ന് പറയുന്ന പീറ്ററും ആൾക്കാരും ജെയിംസും ഒക്കെ ഒരു ഭാഗത്ത്, അവർ ജെറൂസലേം ബേസ് ചെയ്ത് ജീസസ് ക്രൈസ്റ്റ് പഠിപ്പിച്ച കാര്യങ്ങൾ, അതായത് ന്യായപ്രമാണം കാര്യങ്ങളൊക്കെ അവർ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ അവർ ജീസസ് ക്രൈസ്റ്റിൻ്റെ മെസ്സേജ് പാസ് ചെയ്തു. സെയിൻറ്റ് പോൾ ഓൺ ദി അതർ ഹാൻഡ് ഈ ജെറൂസലേമിൽ നിന്ന് വിട്ടുനിന്ന് അന്തിയോക്ക് ബേസ് ചെയ്ത് സെയിൻറ്റ് പോള് വേറൊരു ഐഡിയോളജി പഠിപ്പിക്കാൻ തുടങ്ങി. എസ്പെഷ്യലി സെയിൻറ്റ് പോളിൻ്റെ മെയിൻ ടാർഗറ്റ് ഈ യഹൂദന്മാർ ഔട്ട്സൈഡ് ഓഫ് ബനി ഇസ്രായേൽ, അതായത് ജെൻറ്റൈൽസിൻ്റെ അടുത്ത് സെയിൻറ്റ് പോൾ പോയിട്ട് പല പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ രണ്ട് ഗ്രൂപ്പും വളരെയധികം സംഘർഷത്തിലായി. ഒന്ന് ജീസസ് ക്രൈസ്റ്റ് പഠിപ്പിച്ച കാര്യങ്ങൾ, ഒന്ന് സെയിൻറ്റ് പോളിൻ്റെ കാര്യങ്ങൾ. ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ ഭയങ്കരമായ സംഘർഷം ഉണ്ടായി. ഇത് ചരിത്രത്തിലുള്ള കാര്യമാണ്. പലരും ഓഫ് കോഴ്സ് കമൻറ്റിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ ചരിത്രം പഠിച്ചാൽ കാണാം 325 AD, ഓക്കെ, 325, അതായത് 325 വർഷം കഴിഞ്ഞിട്ട് ആണ് നമ്മുടെ കോൺസ്റ്റാൻറ്റീൻ എന്ന് പറയുന്ന റോമൻ ചക്രവർത്തി, അയാൾ ക്രിസ്ത്യാനിയായി. എന്നിട്ട് അയാളൊരു കൺവെൻഷൻ വിളിച്ചു കൂട്ടി. നമുക്കറിയാം, നിസിയ കൺവെൻഷൻ എന്ന് പറയും. ആ കൺവെൻഷൻ വിളിച്ചു കൂട്ടി. ആ കൺവെൻഷനിൽ ആണ് യഥാർത്ഥത്തിൽ ജീസസ് ക്രൈസ്റ്റിന് ഔദ്യോഗികമായിട്ട് ദൈവത്തിൻ്റെ സത്ത ഉണ്ടെന്നുള്ള ഒരു വിളംബരം ഉണ്ടാക്കുന്നത്, ഒരു ഇഡിക്റ്റ് ഉണ്ടാക്കുന്നത്. അതായത് 325 ആ സമയത്താണ്, 325 വർഷം കഴിഞ്ഞിട്ടാണ് ജീസസ് ക്രൈസ്റ്റിന് ഔദ്യോഗികമായിട്ട് ദൈവത്തിൻ്റെ ഒരു ഭാഗമാണ്, ദൈവത്തിൻ്റെ സത്തയാണ്, ദൈവത്തിൻ്റെ എസൻസാണ്, സെയിം മെറ്റീരിയലാണ്, സെയിം മാറ്റർ ആണെന്നുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഒരു വെളിപാട് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ പുറപ്പാട്. എൻ്റെ മലയാളത്തിൽ പുറപ്പാടെന്ന് പറയും. എനിവേ, അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന ആരിയസ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, പിന്നെ അത്തനേഷ്യസ് എന്ന് പറയുന്ന വേറെ ഇവർ തമ്മിലുള്ള ഫൈറ്റ്. ഓക്കെ, ഒരാൾ പറയുന്നു അല്ല, ശരിയല്ല, ജീസസ് ക്രൈസ്റ്റ് തുടക്കം മുതലേ, അതായത് ആദ്യകാലം മുതലേ ഇൻഫിനിറ്റ് അവിടെ നിന്ന് ഉണ്ടായിരുന്നതല്ല ജീസസ് ക്രൈസ്റ്റ് ഇൻഫിനിറ്റ് അല്ല, ആദ്യം മുതൽ ഉണ്ടായിരുന്നതല്ല. ഇവിടെ പറയുന്നതല്ല, ഇവർ പറയുന്നതല്ല, ജീസസ് ക്രൈസ്റ്റ് ദൈവത്തിൻ്റെ ഭാഗമാണ്, ദൈവമാണ്, ദൈവത്തിൻ്റെ സത്തയാണ്. അവസാനം അവർ ജയിച്ചു. റോമൻ എംപയർ ആ ഫാക്ഷനെ സപ്പോർട്ട് ചെയ്തു. അതും കഴിഞ്ഞിട്ട് 393 ഓക്കെ, 393 ഈ ബുക്ക് കാനണൈസ് ചെയ്ത് ഈ 27 പുസ്തകങ്ങൾ, ന്യൂ ടെസ്റ്റമെൻറ്റിലെ 27 പുസ്തകങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരുന്നത് 393. അത് കഴിഞ്ഞ് എത്രയോ വർഷം, അതായത് ജീസസ് ക്രൈസ്റ്റ് പോയി എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ 27 പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ഈ പുസ്തകങ്ങൾ മാത്രമേ കാനണിൽ വരാൻ പാടുള്ളൂ എന്ന് തീരുമാനിച്ചു. അത് ചർച്ച് തീരുമാനിച്ചതാണ്, അല്ലാതെ ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞത് പോയല്ല. ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ട് ഇന്ന പുസ്തകങ്ങൾ കൊണ്ട്, ജീസസ് ക്രൈസ്റ്റ് സമയത്ത് ആ പുസ്തകങ്ങളൊന്നും ഇല്ല. കാര്യം ഈ പുസ്തകങ്ങളൊക്കെ എഴുതുന്നതും ഗ്രീക്കിലാണ്. ജീസസ് ക്രൈസ്റ്റിൻ്റെയൊക്കെ കാലം കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് 40-50 വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ ഒരു പുസ്തകം തന്നെ വരുന്നത്. അപ്പോൾ ഈ ബാർട്ട് എർമൻ തന്നെ എടുത്തെടുത്ത് പറയുന്നുണ്ട്, ഇതിനിടയിൽ, അതായത് ഈ പറഞ്ഞ 300 വർഷത്തിനിടയിൽ പല ഡിഫറെൻറ്റ് വേർഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്. പലരും ഈ കയ്യൂക്കുളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞ പോലെ പല ആൾക്കാരും പല ഡിഫറെൻറ്റ് തരത്തിലുള്ള ബിലീഫ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് മാർഷനൈറ്റ്സ് എന്ന് പറയുന്നുണ്ട്, ഈബിയോനൈറ്റ്സ് എന്ന് പറയുന്നുണ്ട്, നോസ്റ്റിക്സ് എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം പല ഡിഫറെൻറ്റ്, അവരുടെ എല്ലാം ചിന്താഗതി വേറെ ആയിരുന്നു. ഇവർക്കൊക്കെ വേറെ പുസ്തകം ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഈ പോളിൻ്റെ ഫാക്ഷൻ അവർ വിജയിച്ചു. അവരുടെ ഐഡിയോളജി അവസാനം അത് മറ്റുള്ള എല്ലാ ഐഡിയോളജിനെയും മാറ്റിവെച്ച് അവർ മുമ്പിൽ വന്നു, അവർ സക്സസ്സായി. അങ്ങനെ അവരുടെ ഐഡിയോളജി, സെയിൻറ്റ് പോൾ പഠിപ്പിച്ച ഐഡിയോളജി ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇതിന് എതിര് നിന്ന എല്ലാ കാര്യങ്ങളും അത് സൈഡിലായി ഒതുക്കി റോമൻ ചക്രവർത്തിയുടെ മസിൽ പവറിൻ്റെ താഴെ അതെല്ലാം ഡിസപ്പിയറായി. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചെന്താണ്? ഇപ്പോൾ നമ്മൾ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഫറ്റ് വന്നു. ഓക്കെ, ഈ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച്
ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ ഡിട്രോണമി 18:18 അതിനകത്ത് പറയുന്നുണ്ട്, ഓക്കെ, ഐ വിൽ റേസ് ദം, ഇത് മോസസിനടുത്ത് പറയാണ്, ഓക്കെ, ദൈവം മോസസിനടുത്ത് പറയാണ്, ഐ വിൽ റേസ് ദം അപ്പ് എ പ്രോഫറ്റ് ഫ്രം among their brethren like unto thee, I will put my words in his mouth and he will command whatever I instruct him എന്ന് പറയുന്നത്. അതായത് ഞാനൊരു അവരുടെ സഹോദരങ്ങളിൽ നിന്നും ഒരു പ്രവാചകനെ ഉയർത്തെഴുന്നേൽപ്പിക്കും, ഞാൻ എൻ്റെ അത് നിങ്ങളെപ്പോലുള്ള ആളായിരിക്കും, എൻ്റെ വാക്കുകൾ ഞാൻ അയാളുടെ വായിലിട്ട് കൊടുക്കും, ഞാൻ പറയുന്നതെല്ലാം ആൾ സംസാരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ 18. ഇനിയിപ്പം ആലോചിച്ച് നോക്കിക്കേ, ഇതേപോലെ തന്നെ ജീസസ് ക്രൈസ്റ്റും പറഞ്ഞു, എന്നാൽ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും, അവൻ സ്വയമായി സംസാരിക്കുകയില്ല, കേൾക്കുന്നത് സംസാരിക്കും, വരുവാനുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കും. ഇത് ജോൺ 16:13 കാര്യമാണ്. ഇതേപോലെ തന്നെ ഖുർആനിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് ജീസസ് ക്രൈസ്റ്റിൻ്റെ പേര് 25 പ്രാവശ്യം പറയുന്നുണ്ട്, പേര് മാത്രമായിട്ട് ജീസസ് ക്രൈസ്റ്റിൻ്റെ. ഇതിനകത്ത് ഒരു സൂറ സഫ് എന്ന് പറഞ്ഞൊരു സൂറ, 61-ാമത്തെ സൂറ, അവിടെ പടച്ചവൻ പറയാണ് ജീസസ് ക്രൈസ്റ്റ് ജനങ്ങളോട് പറഞ്ഞതായിട്ട്, ഓക്കെ, വഇദ് ഖാല ഈസ ഇബ്നു മറിയമ യാ ബനി ഇസ്രായീല ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്തി വ മുബശ്ശിറൻ ബി റസൂലി യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ് ഫലമ്മ ജഅഹും ബിൽ ബയ്യിനാത്തി ഖാലു ഹാദാ സിഹ്റുൻ മുബീൻ. അവിടെ ജീസസ് ക്രൈസ്റ്റ് പറയാണ്, മറിയമിൻ്റെ മകൻ ഈസ പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാകുന്നു. ഇസ്രായേൽ സന്തതികളെ, എനിക്ക് മുമ്പുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തുന്നവനായിക്കൊണ്ടും എനിക്ക് ശേഷം വരുന്ന അഹ്മദ് എന്നു പേരുള്ള ഒരു ദൂതനെപ്പറ്റി സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിക്കൊണ്ടും നിങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ ദൂതനായി നിയോഗിക്കപ്പെട്ടവനാകുന്നു ഞാൻ. അങ്ങനെ അദ്ദേഹം വ്യക്തമായ തെളിവുകളും കൊണ്ട് അവരുടെ അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇത് വ്യക്തമായ ജാലവിദ്യയാകുന്നു. അപ്പോൾ അങ്ങനെ ജീസസ് ക്രൈസ്റ്റ്, ഖുർആൻ പറയുന്നു, ജീസസ് ക്രൈസ്റ്റ് ഇവിടെ ഉണ്ടായ സമയത്ത് ജനങ്ങളടുത്ത് പറഞ്ഞു, ഞാൻ വന്നത് തോറ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പ്രവാചകൻ അഹ്മദ് എന്ന് പേരുള്ള ഒരു പ്രവാചകൻ എനിക്ക് ശേഷം വരുന്നതിൻ്റെ സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞു. ഇത് ഖുർആൻ പറയുന്നുണ്ട്. ഇത് നമുക്ക് ബൈബിളിലും കാണാം, അതായത് ന്യൂ ടെസ്റ്റമെൻറ്റിൽ കാണാം. ഞാൻ പറഞ്ഞ ജോൺ 16-ാമത്തെ ചാപ്റ്റർ, അതുപോലെ തന്നെ ഓൾഡ് ടെസ്റ്റമെൻറ്റിലും കാണാം. ഈ ഖുർആനിൽ ഇതുപോലെ മറ്റ് പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്, ഓക്കെ. ഈ ജീസസ് ക്രൈസ്റ്റും അതേപോലെ തന്നെ ഈ പുസ്തകത്തിൻ്റെ ഉടമകൾ, പീപ്പിൾ ഓഫ് ദ ബുക്ക്, അവർക്ക് ഇങ്ങനൊരു പ്രോഫറ്റ് മുഹമ്മദ് വന്നപ്പം അത് പ്രോഫറ്റാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ, അത് മനസ്സിലാക്കാൻ അവർക്ക് എളുപ്പമായിരുന്നു. കാരണം അവർക്കറിയാമായിരുന്നു ഇങ്ങനൊരു പ്രോഫറ്റ് വരാനുണ്ട്, അടയാളങ്ങളൊക്കെ അവരുടെ അടുത്തുണ്ടായിരുന്നു എന്ന് ഖുർആൻ പറയുന്നു. എനിവേ, അത് വേറൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചത്, യഹൂദന്മാർ ആ കഥക്, നേർമാർഗത്തിലേക്കുള്ള കഥക് ജീസസിനെ പിൻപറ്റേണ്ടതായിരുന്നു എന്നുള്ള വാസ്തവം, എന്നുള്ള കാര്യം അവർ അവഗണിച്ചു. ആ കഥക് അവർ കൊട്ടിയടച്ചു, ഓക്കെ. ഒന്ന്, ജീസസ് ക്രൈസ്റ്റിൻ്റെ ജാരസന്ധി എന്ന് പറഞ്ഞു. 2, കുരിശിക്കയറ്റ്. ഇതേപോലെ തന്നെ ക്രിസ്തുമത വിശ്വാസികൾ ഈ ഐഡിയോളജിയിൽ കാര്യമായ ഡിഫറൻസ് വന്നപ്പം പിന്നെ ഇനിയിപ്പം സാൽവേഷൻ വളരെ എളുപ്പമായി. ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞത്, നിങ്ങൾ മെനക്കെടണം, ഒരു കണ്ണ് കൊണ്ട് നിങ്ങൾക്ക് ആ കണ്ണ് നിങ്ങൾക്ക് കുറ്റം ചെയ്യാൻ അല്ലെങ്കിൽ മോശം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് എടുത്ത് കളാം. കൈ നിങ്ങൾക്ക് എന്തെങ്കിലും മോശം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വെട്ടിമാറ്റ് എന്ന് പറഞ്ഞ് മെനക്കെടണം, അധ്വാനിക്കണം, ന്യായപ്രമാണം മുറുകെ പിടിക്കണം. ആകാശവും ഭൂമിയും ഉള്ളിടത്തോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു കുത്തും വള്ളിയും പുള്ളിയും ഒന്നും പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് ജീസസ് ക്രൈസ്റ്റ് പോയപ്പം അതെല്ലാം മാറ്റിവെച്ചിട്ട് സെയിൻറ്റ് പോൾ പറഞ്ഞ് ന്യായപ്രമാണം ശാപമാണ്, ഒരു ശാപമാണ്. ആ ശാപത്തിനെ മാറ്റിയിട്ട് ജീസസ് ക്രൈസ്റ്റ് നമുക്ക് വേണ്ടി കുരിശിൽ കയറി ആ ശാപം എടുത്തു. ജീസസ് ക്രൈസ്റ്റ് ആ ശപിക്കപ്പെട്ടവനായി. ഇതൊക്കെ എന്ത് പോളിസിയായിരുന്നു. അതായത് ഇപ്പം ഈ പറയാൻ കാരണം, ഇത് എഴുതി വച്ചിരിക്കുന്നത് കാരണം, ഇതിപ്പം നമ്മുടെ ഇന്ന് വായിക്കുന്ന ബൈബിൾ വായിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കാതെ എന്താണ് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞതെന്ന് നേരെ അവൻ റിസർച്ച് ചെയ്യാതെ ഇത് ദൈവവാക്യമാണ്,
പോൾ പറഞ്ഞത് ദൈവവാക്യമാണ് എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊരു ഹേർഡിലാണ്. ഈ ജൂതന്മാർക്ക് ആ പറഞ്ഞ പോലെ ഹൈ ജമ്പ് ചെയ്യാനായിട്ടൊരു ഹേർഡിൽ മറികടക്കാൻ ബുദ്ധിമുട്ടായതുപോലെ നമ്മുടെ ക്രിസ്തീയ സഹോദരന്മാർക്കും ഈ പോളിൻ്റെ വാക്യങ്ങൾ എന്താണ്, ശരിയാണോ തെറ്റാണോ, ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റുമോ ഇല്ലേ, ജീസസ് ക്രൈസ്റ്റിന് വിപരീതമാണോ, ജീസസ് ക്രൈസ്റ്റിന് അനുകൂലമാണോ അല്ലെങ്കിൽ പ്രതികൂലമാണോ, ഇതൊന്നും നോക്കാനുള്ള ആ ഒരു ഹൈ ജമ്പ് ചാടാനുള്ള, ആ ഹേർഡിൽ ചാടാനുള്ള മനസ്ഥിതി ഉണ്ടായാലേ ഇവിടുന്ന് മറികടക്കാൻ പറ്റുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ആ ഹൈ ജമ്പിൽ അവിടെ നിൽക്കും, അതായത് ചാടാൻ പറ്റില്ല. കാരണം അതുപോലെയുള്ള സംഗതികൾ ഓൾറെഡി നമ്മൾ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതാണ് ഈ ക്രിസ്തു മതവിശ്വാസികളുടെ കാര്യം. ഞാനിത് പറയുന്നത്, ഇത് എനിക്കറിയാം, ഇത് എല്ലാവർക്കും ഒരു പക്ഷേ ഇത് ഇഷ്ടപ്പെട്ടോണമെന്നില്ല, പക്ഷേ ദാറ്റ്സ് ഫൈൻ. ഇത് ഞാൻ പറയുന്നത് ഈ ദീനിനെക്കുറിച്ച്, റിലീജിയനെക്കുറിച്ച് നിഷ്പക്ഷമായിട്ട് റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ, അതായത് എന്താണ് ദൈവം, ആരാണ് ദൈവം, നമ്മളെ എന്തിനാണ് സൃഷ്ടിച്ചത്, ഈ പ്രവാചകന്മാരെയൊക്കെ എന്തിനാണ് അയച്ചത്, മോസസ് എന്തിനാണ് വന്നത്, ജീസസ് എന്തിനാണ് വന്നത്, എന്താ പറഞ്ഞത്, ഈ പ്രവാചകൻ മുഹമ്മദ് എന്ന് പറയുന്ന ഈ വ്യക്തി സല്ലല്ലാഹു അലൈഹി വസല്ലം, മേ പീസ് ആൻഡ് ബ്ലെസ്സിങ്സ് ബി അപ്പോൺ ഓൾ ദ പ്രോഫിറ്റ്സ്, ഇവരെല്ലാവരും ആരായിരുന്നു, ഇതൊക്കെ ചിന്തിക്കാനും ഇരുന്ന് പഠിക്കാനും സാവകാശവും ഇൻട്രസ്റ്റും ദൈവത്തിലേക്ക് എത്തണമെന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർ ഇതിനകത്തുനിന്ന് പിന്നെ പാഠങ്ങൾ പഠിക്കും. എല്ലാവർക്കും ഇതൊരു പക്ഷേ അക്സെപ്റ്റ് ചെയ്തോളണമെന്നില്ല, അത് അണ്ടർസ്റ്റാൻഡബിളാണ്. എനിവേ, അപ്പോൾ പറഞ്ഞു വരുന്നത് അത് ജൂതമതക്കാരുടെ കാര്യം, പിന്നെ ക്രിസ്തീയ വിശ്വാസികളുടെ കാര്യം. ഇനി മൂന്നാമത് ഇതേപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായി. ഈ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രോഫറ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നിട്ട് മക്കയിൽ ജനങ്ങളടുത്ത് പറഞ്ഞ്, ഞാൻ ദൈവത്തിൻ്റെ പ്രോഫറ്റാണ്, എനിക്ക് ഖുർആൻ്റെ ആയത്തുകൾ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ് അവരെ നേർമാർഗത്തിലേക്ക്, ഒരൊറ്റ ദൈവത്തിൻ്റെ വിശ്വാസത്തിലേക്ക്, ഒരു ഏകദൈവത്തിൻ്റെ വിശ്വാസത്തിലേക്ക് അവരെ വിളിച്ചപ്പം അവർക്ക് കാര്യം മനസ്സിലായി. അതായത് ഖുർആൻ എന്തോ ഒരു സ്പെഷ്യൽ ബുക്കാണെന്നുള്ള അവർക്ക് മനസ്സിലായി. പക്ഷേ അവരുടെ പ്രശ്നം എന്തായിരുന്നു? അവർ പറഞ്ഞ്, നിങ്ങൾ പാവപ്പെട്ടവനാണ്, അതായത് വളരെ ദരിദ്ര ഫാമിലിയിൽപ്പെട്ടതാണ് പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പ ജനിക്കുന്നതിന് മുമ്പ് തന്നെ വാപ്പ മരിച്ചുപോയി. പിന്നെ എളാപ്പാടെ വീട്ടിലാണ് താമസിക്കുന്നതും ഒക്കെ. അപ്പം നോക്കുമ്പോഴത്തേക്ക് യാതൊരു തരത്തിലുള്ള ഫൈനാൻഷ്യൽ ബാക്കിംഗ് ഇല്ലാത്ത ഒരാളായിട്ടാണ് അവർ നോക്കിയത്, അവർ കണ്ടത്. മാത്രമല്ല അവർ പറഞ്ഞ്, ഇത് പടച്ചോന് ഒരു പ്രോഫറ്റിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, എടുക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ വലിയൊരു അറിയപ്പെട്ട പേരുകെട്ട മക്കയിലുള്ള അല്ലെങ്കിൽ തായിഫിലുള്ള ഈ രണ്ട് സിറ്റിയിലുള്ള ഏതെങ്കിലും നല്ലൊരു പേര് കേട്ട ഒരു പ്രമാണിയായിട്ടുള്ളൊരു ലീഡറിനെ എടുത്താൽ പോരായിരുന്നു, അങ്ങനെയുള്ള കംപ്ലയിൻറ്റ്സ്. പിന്നെ പറഞ്ഞ് ഈ ഗോത്രങ്ങൾ, ഡിഫറെൻറ്റ് ഗോത്രങ്ങളുണ്ടല്ലോ, ബനി മഖ്സൂം, ബനി അദി, ഇങ്ങനെ ബനി സുഹ്റ, ഇങ്ങനെ ഡിഫറെൻറ്റ് ഗോത്രങ്ങളുണ്ട്. അപ്പം പ്രവാചകൻ്റെ ബനി ഹാഷിം എന്നാണ് പ്രവാചകൻ. അപ്പം പറഞ്ഞ്, ഈ ബനി ഹാഷിം നമ്മളെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? ഇതൊക്കെ ഈക്വൽ ഗോത്രങ്ങളാണ്. അതായത് നമ്പറിൽ ചില ഗോത്രങ്ങളിൽ ആൾക്കാർ കൂടുതൽ കുറവുണ്ട്. ബനു ഉമയ്യ, അത് ബനു ഹാഷിമിനെ കിടപിടിക്കുന്ന തരത്തിലുള്ളൊരു ഗോത്രമാണ്. എന്തുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഈ ഗോത്രത്തിൽ നിന്നുള്ള ആളെ അക്സെപ്റ്റ് ചെയ്യണം? ഈ യഹൂദന്മാർ അന്ന് പറഞ്ഞല്ലോ, ഈ ഇസ്മായിലിൻ്റെ ബനി ഇസ്രായേൽ അല്ലെങ്കിൽ ചിൽഡ്രൻ ഓഫ് ഇസ്രായേലിൻ്റെ ഇസ്രായേൽ സന്തതികളുടെ ആ ഗോത്രത്തിൽ ആ പരമ്പരയിൽപ്പെടാത്ത ഒരാളെ നമ്മളെങ്ങനെ, ഈ ഇസ്മായിലിൻ്റെ പരമ്പരയിൽപ്പെട്ട ആളെ എങ്ങനെ നമ്മൾ പ്രോഫറ്റാക്കി എടുക്കും? ഇത് തന്നെ ഇവിടെയും പ്രശ്നം, മക്കയിലും ഇത് തന്നെ സെയിം പ്രശ്നം. ഖുറൈശികൾക്കിടയിൽ, ഇതെല്ലാം ഖുറൈശികളാണ്, പക്ഷേ അവർക്കിടയിൽ ഇപ്പോൾ പ്രശ്നമായി. ആ ഗോത്രത്തിൻ്റെ ആളെ നമ്മൾ പ്രവാചകനായിട്ട് എടുത്താൽ പിന്നെ നമ്മുടെ വാല്യൂ എന്തായി? നമ്മൾ കുറഞ്ഞു പോകില്ലേ? അപ്പം അവർക്കും അവിടെ ഈ ഹേർഡിൽ ചാടാൻ പറ്റാതായിപ്പോയി. അത് അവർ അവിടെ അത് കൊണ്ട് നിർത്തി. അതിനകത്ത് പല ആൾക്കാരും അതിനെ മറികടന്ന് ആ ഹേർഡിനെ, ആ ഒബ്സ്റ്റക്കിളിനെ മറികടന്നപ്പം അവർ വലിയ വലിയ പേരുകളുടെ ഉടമസ്ഥരായി, അവർ വിജയികളായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ. ഇപ്പോൾ ഇന്നത്തെ കാര്യം നോക്കുകയാണ്, അത് നമ്മൾ ജൂതന്മാരുടെ കാര്യം പറഞ്ഞു, ക്രിസ്തീയ സഹോദരന്മാരുടെ കാര്യം പറഞ്ഞു, പിന്നെ നമ്മൾ ഖുറൈശികളുടെ കാര്യം പറഞ്ഞു. ഇന്നെന്താണ്? ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ കൊണ്ടുവന്ന മെസ്സേജ്,
പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന മെസ്സേജ് ഖുർആൻ ഇതെന്താണ്, ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഇതിനകത്ത് എന്താണ് പടച്ചവൻ പറയുന്നത്, അത് നോക്കാതെ അത് ചെയ്യാതെ പ്രവാചകൻ ആയിഷയെ കല്യാണം കഴിച്ചു 6-ാമത്തെ വയസ്സിൽ 9-ാമത്തെ വയസ്സിൽ, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ പ്രവാചകൻ വേണ്ട. അല്ലെങ്കിൽ പ്രവാചകൻ പലതരത്തിലുള്ള ആംഡ് കോൺഫ്ലിക്റ്റ്, അതായത് യുദ്ധങ്ങളിൽ പോയിട്ടുണ്ട്, യുദ്ധങ്ങൾ മേൽനോട്ടം വഹിച്ചിട്ടുണ്ട്, അങ്ങനെ പടവരുന്നൊരു പ്രവാചകൻ നമുക്ക് വേണ്ട. പിന്നെ പ്രവാചകൻ അടിമകളെ അതായത് മറ്റേ അടിമകളുടെ സംഗതികൾ നിർത്തിയില്ല, അല്ലെങ്കിൽ അടിമകളെ വെച്ചിരുന്നു, അതുകൊണ്ട് നമുക്ക് വേണ്ട. ഇങ്ങനെ ഓരോ എക്സ്ക്യൂസ്, അതായത് ഇത് വേണ്ട, ഇത് കാരണമായിട്ട് വേണ്ട, അത് കാരണമായിട്ട് വേണ്ട. ഇത് മൊത്തത്തിൽ നമ്മൾ അവിടുത്തെ സാഹചര്യങ്ങൾ, അവിടുത്തെ എക്കണോമിക് സിറ്റുവേഷൻ, അവിടുത്തെ 1400 കൊല്ലം മുമ്പുള്ള കണ്ടീഷൻസിൽ പ്രവാചകൻ എന്തെല്ലാം ചെയ്തു എന്നുള്ളത് നമ്മൾ കാണുന്നില്ല. നമ്മൾ ബ്ലൈൻഡായി പോകുന്നു. നമ്മൾ 4, 5, 6 ഐറ്റം എടുത്തിട്ട് അത് എന്തിനാണ് അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ഒന്നും മനസ്സിലാക്കാതെ മറ്റേയാൾ പറഞ്ഞു, ഇയാൾ ബുക്ക് എഴുതി, ഇവിടെ നിന്ന് ഖുർആനിൽ ഒരു ആയത്തെടുത്ത് പറഞ്ഞു, അത് നമ്മൾ ഫോളോ ചെയ്ത് അങ്ങനെ തന്നെ നമ്മൾ പോവുകയാണ്. അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ മൈക്കിൾ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തി ക്രിസ്ത്യനാണ്, ഇവിടെ ന്യൂയോർക്കിൽ താമസിച്ചിരുന്ന ആളാണ്. അയാളൊരു പുസ്തകം എഴുതിയപ്പം ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ദ 100. അയാൾ പ്രോഫറ്റ് മുഹമ്മദിനെ നമ്പർ 1 സ്ഥാനത്ത് കൊണ്ട് നിർത്തി. എന്നിട്ട് പറഞ്ഞ് പ്രോഫറ്റ് മുഹമ്മദ് മാത്രമേ ഉള്ളൂ നമ്പർ 1-ൽ, അതായത് സെക്യുലർ ആൻഡ് റിലീജിയസ് മേഖലയിൽ രണ്ടിലും ഒരേപോലെ വിജയം കൈവരിച്ച ഒരൊറ്റ വ്യക്തി ദുനിയാവിലെ ലോകത്തിൽ അദ്ദേഹം മാത്രമേ ഉള്ളൂ. ഇതേപോലെ തന്നെ കാരൻ ആംസ്ട്രോങ് പ്രവാചകൻ മുഹമ്മദിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകം വായിക്കണം. ഇവരൊക്കെ പ്രവാചകൻ്റെ മഹത്വങ്ങൾ കണ്ട്, അതായത് ഇവർക്ക് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഈ കോണ്ടെക്സ്റ്റിനെടുത്ത് മാറ്റി, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ അതിനെ അസസ് ചെയ്തിട്ട് നമ്മളൊരു എക്സ്ക്യൂസാക്കി അതെടുക്കുകയാണ്. അതല്ലാതെ പ്രവാചകൻ ഏത് കാലത്ത് ജീവിച്ചിരുന്നോ ആ കാലത്തിൽ പ്രവാചകൻ എന്ത് പറഞ്ഞു, പ്രവാചകൻ്റെ ലാസ്റ്റ് ഒരു ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. ആ ഹജ്ജത്തുൽ വിദായിൽ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ 1450 കൊല്ലം മുമ്പാണ്. വെളുത്ത ആളും കറുത്തവരും രണ്ടും ഒന്നാണ്, അതായത് ഈക്വലാണ്. ഒരു അറബിക്ക് മറ്റൊരു അറബിയേക്കാളും യാതൊരു തരത്തിലുള്ള ശ്രേഷ്ഠതയില്ല. ഇങ്ങനെയുള്ള ഭയങ്കരമായ റെവല്യൂഷണറി ഐഡിയാസ് കൊണ്ടുവന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 ബില്യൺ മുസ്ലിങ്ങൾ ഇന്ന് ആ പ്രവാചകനെ ഫോളോ ചെയ്യുന്നത് കണ്ണുമടച്ച് ഫോളോ ചെയ്യല്ല. ആ പ്രവാചകൻ്റെ മൊത്തം ചരിത്രം നമുക്കറിയാവുന്നതുകൊണ്ടാണ്. ഏതെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ എടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്തിട്ട് ഇത് ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല, ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ കാണുന്ന പ്രവാചകൻ ഇത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ജൂതന്മാർ പറഞ്ഞ പോലെ തന്നെ സെയിം തിങ് നമ്മൾ പറയുന്നു. അപ്പോൾ ഇവിടെ പറയാനുള്ളത്, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പ്രവാചകനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അപ്പോൾ ഇവിടെ പടച്ചോൻ പറയാണ്, താങ്കൾ, അതായത് യു ആർ ഓൺ ദ ബെസ്റ്റ് കണ്ടക്ട്, അതായത് വളരെ നല്ല ക്യാരക്ടറിൻ്റെ ഉടമസ്ഥയാണെന്ന് പടച്ചോൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മളിപ്പം കുറച്ച് ആൾക്കാർ പ്രവാചകനെ അംഗീകരിക്കാൻ തയ്യാറായില്ല, ഇസ്ലാമിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല എന്ന് വിചാരിച്ച് പ്രവാചകനൊന്നും ഒരു കുറവും വരാൻ പോകുന്നില്ല. പ്രവാചകൻ 2 ബില്യൺ മുസ്ലിങ്ങളാണ് പ്രവാചകനെ ഫോളോ ചെയ്യുന്നത്. 2 ബില്യൺ ആൾക്കാർ രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ പ്രവാചകൻ്റെ ചര്യകൾ നമ്മൾ എല്ലാ തലത്തിലും, ഭക്ഷണം കഴിക്കുമ്പം, ബാത്റൂമിൽ പോകുമ്പം, ഇറങ്ങുമ്പം, കയറുമ്പം, എല്ലായിടത്തും നമ്മൾ പ്രവാചകനെ ഫോളോ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ, എൻ്റെ ഒരു ഏണസ്റ്റ് റിക്വസ്റ്റ് ഉള്ളത്, ഒന്ന് ഖുർആൻ വായിക്കുക, ഒന്ന് ഖുർആൻ കയ്യിലെടുത്ത് ഒന്ന് വായിക്കുക. ഒരു നഷ്ടം വരാൻ പോകുന്നില്ലല്ലോ. ഖുർആൻ വായിക്കുക, ഒന്ന് വായിച്ചിട്ട് എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതായത് ആ ഖുർആൻ എന്താണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണും ഖുർആനകത്ത്, ഓക്കെ, സൂറ തൗബ, അവിടെ വാറിൻ്റെ ആയത്തുകളുണ്ട്. അല്ലെങ്കിൽ അൻഫാൽ, സൂറ 9, സൂറ 8, അതുപോലെ തന്നെ സൂറ 2, ഇവിടെയൊക്കെ എന്തിനാണ് അവിടെ പറഞ്ഞത്, എന്താണ് അതിൻ്റെ പശ്ചാത്തലം, എന്താണ്, ഇതൊന്ന് അന്വേഷിച്ചിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇതെല്ലാം വളരെ ക്ലിയറാവും. ഇസ്ലാം ഈസ് എ കംപ്ലീറ്റ് വേ ഓഫ് ലൈഫ്. ഇതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്യാം. ഇസ്ലാം ക്രിസ്ത്യാനിറ്റിയെ പോലെയോ അല്ലെങ്കിൽ മറ്റ് മതങ്ങളെ പോലെ അല്ല.
ഇസ്ലാം ഒരു കംപ്ലീറ്റ് വേ ഓഫ് ലൈഫാണ്. ഇത് ഞാൻ ഇൻഷാല്ലാ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി റിസർവ് ചെയ്യാണ്, എക്സ്പ്ലെയിൻ ചെയ്യാം ഇൻഷാല്ലാ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻഷാല്ലാ ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.